ഇത് നമ്മൾ പുറത്ത് ഇരുന്നിട്ട് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് കാറ്റ് വീശിട്ടുണ്ട്, ഒരു കാറ്റ് വരുന്നുണ്ട്. ഇന്നലെ നമ്മളെ പച്ചക്കറിക്ക് പറിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത റെസിപ്പി നമുക്ക് പാവയ്ക്കച്ചാറ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ ഇന്ന് പാവയ്ക്കച്ചാറല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം പാവയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടില്ല. അത് കട്ട് ചെയ്തെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാൻഡ്വിച്ച് ആയിരുന്നാലും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള സാൻഡ്വിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ 2 വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാവയ്ക്കച്ചാറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സമയം കളയേണ്ട തന്നെ നമ്മുടെ സാൻഡ്വിച്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം മുട്ടയും പിന്നെ ബ്രെഡും പിന്നെ ചീസും വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഒരെണ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെജിറ്റബിൾസ് മിക്സ് ചെയ്യാത്ത മറ്റേ സാധാ ടൈപ്പ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള മിക്സിങ് ഫസ്റ്റ് നമുക്ക് റെഡിയാക്കാം. ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് കോഴികൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടാക്കാനുള്ള മുട്ട അതാ, ഇത് നമ്മുടെ കോഴിയിട്ടാണ് മുട്ടയിട്ടാ. ഇന്നലെ ഞാൻ പച്ചക്കറിയുടെ വീഡിയോ കാണിച്ച് ചെയ്യുമ്പോൾ മുട്ട എടുക്കുന്നത് കാണിച്ചില്ലേ, ആ മുട്ടയിട്ടത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, ഗ്രീൻ മുട്ടയൊക്കെ ഇട്ട്. അപ്പോൾ ഇത് നമുക്ക് ഗ്രീൻ മുട്ട വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ മുട്ടയുടെ കളറിൽ അല്ല ഉള്ളിൽ എന്താണ് കളർന്ന്. സാധാരണ നമ്മുടെ മുട്ടയുടെ കളർ തന്നെയാണ്, പക്ഷേ ഈ മുട്ടയ്ക്ക് കൊളസ്ട്രോൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് ആ മുട്ട. സാധാരണ നമുക്ക് അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിലും നമ്മുടെ ഈ മുട്ടേനേക്കാളൊക്കെ ഭയങ്കര വില കൂടുതലാണ് നമ്മുടെ ഈ പച്ചമുട്ടയ്ക്ക്. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മുട്ട എടുക്കുക. നമ്മുടെ ഗ്രീൻ മുട്ട എടുക്കുക. എന്താ നോക്കിക്കേ, ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടില്ലേ. മുട്ടയുടെ ഉള്ളിൽ സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് മുട്ട ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. കുറച്ച് മല്ലിയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പാലും കൂടിയിട്ട് ചേർക്കുമ്പോൾ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. പക്ഷേ അതൊന്നും ചേർക്കാണ്ട് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മുട്ടയുടെ ശരിക്കുള്ള നല്ലൊരു ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മുട്ടയ്ക്ക് പൊരിച്ചിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുന്നുള്ളൂ. പക്ഷേ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇതിൻ്റെ മിക്സ്. കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് നമ്മൾ വെച്ചിട്ട് സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഈ നമുക്ക് അടുത്തത് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് വേണ്ടേ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ബ്രെഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രെഡ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. നമ്മുടെ കോഴികൾ കൂടെ നിൽക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ മുകളിലത്തെ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് കോഴിക്കിട്ടുള്ളൂ. നല്ല കാറ്റ് വീശുന്നുണ്ട്. എല്ലാവരും ഇല്ലല്ലോ, ഓടാണ് എല്ലാവരും. ഒരു കുറേ നേരം ഇവിടെ വന്ന് നിൽക്കണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്.
നല്ല സ്നേഹമുള്ള ചാത്തൻ കോഴിയാണ്. അങ്ങനെ ഈ പെടക്കോഴികൾക്കൊക്കെ എല്ലാവരും കൊത്തിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ആൾ കഴിക്കുള്ളൂ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചീസായിട്ടാണ് വേണ്ടത്. ഞാനിവിടെ ഇതേപോലെ ചീസിൻ്റെ ഷീറ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇങ്ങനത്തെ ചീസിൻ്റെ ഷീറ്റാണ് എടുത്തേക്കുന്നത്. അത് 2 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ നമ്മൾ പിസ്സയിലേക്ക് ഉണ്ടാക്കുന്ന മറ്റേ ഷെഡ് ചെയ്തേക്കുന്ന ചീസ് ഉണ്ടല്ലോ, ആ ചീസായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ബട്ടർ, നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ മയോനൈസ് എടുത്തിട്ടുണ്ട്. മയോനൈസ് വന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മയോനൈസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ മയോനൈസ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മയോനൈസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മയോനൈസിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയാ കിച്ചൺ മയോനൈസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പോൾ മയോനൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി പേസ്റ്റ്, ഒന്നല്ലെങ്കിൽ ഇത് രണ്ടും എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്ക മയോനൈസ് കിട്ടില്ലേ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിക്ക മയോനൈസിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് ചില്ലി പേസ്റ്റ് ആണല്ലോ. ഈ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയാ കിച്ചൺ ചില്ലി പേസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്ന് വേറെ ഒന്നും വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചീസും ബ്രെഡും മാത്രമേ ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ കോഴി മുട്ടയിട്ടിട്ട് കൊക്കണതാടാ കേൾക്കണത്. സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ ചാത്തൻ കോഴി ഓടുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബട്ടറിലാട്ടോ ചെയ്യേണ്ടത്. കുറച്ച് ബട്ടർ ഇടാം. നമ്മുടെ ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. പാൻ നന്നായിട്ട് അങ്ങോട്ട് ചൂടാവണതിന് മുമ്പ് തന്നെ മുട്ട ഒഴിച്ചോട്ടോ. അപ്പോൾ മുട്ട ജസ്റ്റ് ഇതാ ഇതിനകത്തൊന്ന് മുക്കാം. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല കേട്ടോ. മുക്കിയ വശം ഇതാ ഇതേപോലെ വെക്കാം. കഴിയുമ്പോൾ ഇത് നമ്മളാണ് തിരിച്ചു വിടും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പുറത്ത് മുട്ട വേവാത്ത മുട്ടയുണ്ടല്ലോ, അത് ബ്രെഡും കൂടിയിട്ടാണ്ട് മൊരിഞ്ഞോളൂ. അങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കണില്ലേ മുട്ട, അത് ഇങ്ങോട്ടേക്കൊന്ന് ഒതുക്കി വെച്ചോട്ടോ. ഒരു സ്ലൈസിൻ്റെ ബ്രെഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചീസ് വയ്ക്കുന്നത്. എന്നാൽ ബ്രെഡ് ഒന്ന് നന്നായിട്ട് അടിയിലെ ബ്രെഡ് ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വേണ്ടി ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് മയോനൈസ് വെച്ച് കൊടുക്കണം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി നന്നായിട്ട് മയോനൈസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടിക്ക മയോനൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ക മയോനൈസ് വയ്ക്കാം. ഇനി കുറച്ച് ചില്ലി പേസ്റ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇതേപോലെ ഒരു സ്ലൈസിന്മേൽ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിതാ ഇത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഫോൾഡ് ചെയ്യാം. ബ്രെഡാണെങ്കിലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയേ നമ്മുടെ ഉള്ളിൽ വെച്ചിരുന്ന ആ ചീസൊക്കെ ആണ്ട് മെൽറ്റായിട്ടുണ്ട്. കണ്ടേ, ആ മയോനീസും ആ ചില്ലി പേസ്റ്റൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് എല്ലാം കൂടിയിട്ടാണ്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ നോക്കിക്കേ, നമ്മുടെ ഉള്ളിൽ വെച്ചിരുന്ന ചീസും പിന്നെ ആ മയോനീസും പിന്നെ ചില്ലി പേസ്റ്റും എല്ലാം കൂടിയിട്ട് ആ ചീസിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. മയോനൈസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം കേട്ടോ. ആ ചീസും മയോനൈസും
ചില്ലി പേസ്റ്റും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് ഇങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്ത സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡിലേക്ക് നമ്മൾ മയോനൈസ് തേക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മയോനൈസ് തന്നെയാണ് തേക്കുന്നത്. മയോനൈസും ചില്ലി പേസ്റ്റും കൂടിയിട്ട് തേക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മയോനൈസ് തേക്കണേ. നമ്മൾ ചീസിൻ്റെ ഷീറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ഷീറ്റാണ് വയ്ക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്യട്ടെ. ഇത് നമുക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി മുട്ടയുടെ മിക്സിങ് നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ അപ്പോൾ മുട്ടയുടെ മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളിയുടെ ഉള്ളിലെ കുരു കളഞ്ഞിട്ട് വേണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് എടുക്കേണ്ട, കുറച്ച് മതി. പിന്നെ അതേപോലെ തന്നെ ഇത് എരിവില്ലാത്ത പച്ചമുളക് ഇട്ട് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ഓറഞ്ച് കളർ ക്യാപ്സിക്കമാണ്. ഈ കളർ തന്നെ വേണമെന്നില്ല, അതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. 2 മുട്ട, ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നത് മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയും പിന്നെ ഈ വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ച് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് നമ്മൾ മയോനൈസും ചില്ലി പേസ്റ്റൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ മുട്ടയും കൂടിയിട്ട് അതിനൊരു കവറിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തീ എത്തിക്കട്ടെ. ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട്, അത് കാരണം തീ ഒരുപാട് കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഞാൻ വന്ന സമയത്ത് കാറ്റുണ്ടായിരുന്നില്ല, ഇടയ്ക്ക് വല്ലപ്പോഴാണ് കാറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇടാം. ചീസ് മെൽറ്റ് ആവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ചീസ് മെൽറ്റ് ആയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ മുട്ടയുടെ മിക്സിങ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് ബട്ടറിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബ്രെഡ് വെക്കാട്ടെ ഇതിൻ്റെ മുകളിൽ. ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ. ഈ മുട്ട ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബ്രെഡുമ്മ നമ്മുടെ മുട്ട നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാം. ഇതാ ഇതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ ആയിരുന്നാലും ഇതാ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആവണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. അത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റ് ആവണം കേട്ടോ, എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുട്ടയുടെ ഉള്ളിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ചീസ് അങ്ങനെ മെൽറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ കഴിക്കണില്ല, ഇത് ഞാൻ നീന വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. നീന വരുമ്പോഴേക്ക് ചൂടാറും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും.